അപ്പം ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശം ആ വേദിയിൽ പ്രസംഗത്തിനിടയിൽ ഉണ്ടായപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ച ഒരു സ്ത്രീയുണ്ട്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പുഷ്പവതി പൊയ്പ്പാടത്ത്. പുഷ്പവതി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പുഷ്പവതി, ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പെട്ടെന്ന് തന്നെ പുഷ്പവതിയാണ് ഒരു സഡൻ റിയാക്ഷൻ അതിൽ കൊടുത്തത്. എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ പ്രതികരിക്കണം, ആ കോൺക്ലേവിൽ തന്നെ, ആ പ്രസംഗത്തിന്റെ വേളയിൽ തന്നെ പ്രതികരിക്കണം എന്ന് തോന്നിയത്? അത് നമുക്ക് വേണ്ടപ്പോൾ തോന്നിയില്ലെങ്കിൽ വേദനിക്കേണ്ടി വരുന്ന ഞാൻ തന്നെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അതുപോലെയാണ് നമുക്ക് വേണ്ടപ്പോൾ വേണ്ടത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ആത്മസഹോദരങ്ങളാണ് അതുകൊണ്ട് വിഷമിക്കുക. അപ്പോൾ അത് എൻ്റെ ആത്മസഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അത് പറഞ്ഞു, അത് ഇനി അവിടെ കഴിഞ്ഞു. എനിക്ക് പിന്നെ അദ്ദേഹം അതൊരു പൊതുവേദിയിലാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് എല്ലാ ചാനലുകളും അത് എടുക്കുകയും അത് എല്ലാവർക്കും കേൾക്കാൻ തക്കതായിട്ടുള്ള രീതിയിൽ എല്ലാവരിലേക്കും എത്തി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ നിന്ന് അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. ശ്രീമതി പുഷ്പവതി, പാട്ടുകളിലൂടെ ഒരു പാട്ടുകാരി എന്നതിനപ്പുറം താങ്കൾ ഇപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അനീതിക്കെതിരെ അപ്പോൾ തന്നെ ശബ്ദമുയർത്തിയ ഒരു ചലച്ചിത്ര പ്രവർത്തക എന്ന രീതിയിലാണ്. പലർക്കും പറയാൻ ഉണ്ടായിരുന്നു, പക്ഷേ പലരും അപ്പോൾ പറഞ്ഞാൽ ശരിയാകുമോ, പരിപാടി കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം താങ്കൾക്ക് ശേഷമാണ് മറ്റു പ്രതികരണങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതിന് തുടക്കമിട്ട ആളെന്ന നിലയിൽ താങ്കൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഇത്തരത്തിൽ തുറന്നടിച്ച് പറഞ്ഞതിന്റെ പേരിൽ താങ്കൾക്ക് താങ്കളുടെ ഗാനശാഖയിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഒരു വെല്ലുവിളി നേരിടാനുള്ള ഒരു സാധ്യതയുമില്ലേ? ഇതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ നീതിബോധം അത് വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ നീതിബോധത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതിലെനിക്ക് നഷ്ടമുണ്ടാകാം, ലാഭമുണ്ടാകാം, ഇതൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. അറ്റ് പ്രസന്റ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ദിനുവയിൽ. പുഷ്പവതി ഇപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഈ പ്രസംഗം നേരിട്ട് കേട്ടയാളാണ്, അതിനോട് പ്രതികരിച്ചയാളാണ്. ഈ കേസിൽ കക്ഷി ചേരുന്നുണ്ടോ? കക്ഷി ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അതൊരു പൊതുവിലേക്ക് ഇട്ടുകൊടുത്ത ഒരു വിഷയമാണ്. അപ്പോൾ പൊതുവിൽ നിന്ന് ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുക അതൊക്കെ ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടി ദിനു ചിലപ്പോൾ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ രീതിയിൽ അത് മുന്നോട്ട് പോകുമായിരിക്കും, എനിക്കറിയില്ല. ചലച്ചിത്ര മേഖലയിൽ നിന്ന് താങ്കളെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ ഈ പ്രതികരണത്തിന് ശേഷം? കാരണം കോൺക്ലേവിലാണ് താങ്കൾ പറഞ്ഞത് ലൗഡ് ആൻഡ് ക്ലിയർ ആയി ലോകം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നെ ചലച്ചിത്ര മേഖലയിൽ ആരും വിളിച്ചില്ല. അല്ലാതെ പല സുഹൃത്തുക്കളും പിന്നെ മീഡിയകളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനമേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ താങ്കളുടെ പ്രതികരണത്തിന് ശേഷം? സന്നിധാനന്ദൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സന്നിധാനന്ദൻ അത് സ്വകാര്യമായി വിളിച്ച് പിന്നെ അഭിവാദ്യം അർപ്പിച്ച് പോയിട്ടുണ്ട്. ഇനി ഞാനിത് ചോദിക്കാൻ കാരണം ശ്രീമതി പുഷ്പവതി, ദലിതരെ കുറിച്ച്, ദലിത് ഉന്നമനത്തെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വാചാലരാകാറുണ്ട് പലപ്പോഴും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരൊക്കെ പത്തി മടക്കുന്നതാണ് നമ്മൾ കാണാറുള്ള പതിവ് രീതി. അത് ഈ വിഷയത്തിലും ഉണ്ടായോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. കാരണം ഇന്നലെ ആ കോൺക്ലേവിന്റെ വേളയിൽ മറ്റാരും വലുതായൊന്നും പറഞ്ഞു കണ്ടില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നയാൾ വലിയവനായതുകൊണ്ടുമാകാം, അല്ലേ? എന്റെ മുമ്പിൽ ആരും വലിയവനും അല്ല, ആരും ചെറിയവനും അല്ല. നമ്മളൊക്കെ സമം ആളുകളാണ്. അത് കൃത്യമായ നിലപാടാണ്. വളരെ നന്ദി ശ്രീമതി പുഷ്പവതി പ്രതികരിച്ചതിന്.